എന്താ വേണ്ട എനിക്ക്? നല്ല കപ്പ് ബിരിയാണി വെച്ചാലോ? നല്ല ബീഫൊക്കെ ഇട്ട് കപ്പൊക്കെ പുഴുങ്ങി നല്ലൊരു കപ്പ് ബിരിയാണി വെക്കാം. ഓക്കെ, എന്നാ വാ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ 1 കിലോ ബീഫ്, നമ്മൾ പാകിസ്ഥാനി ബീഫ് ആണ് വാങ്ങണം. കാരണം ഇവിടെ നമുക്ക് പാകിസ്ഥാനി ബീഫ് എല്ലുള്ളത് വാങ്ങിച്ചാലാണ് ആ ബീഫിന്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മുടെ ഇന്ത്യൻ ബീഫൊന്നും വായ വെക്കാൻ കൊള്ളില്ല. എന്താന്ന് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. ഒട്ടുമിക്ക നമ്മുടെ ആളുകളോട് ചോദിച്ചാലും പറയും പാകിസ്ഥാനി ബീഫ് അങ്ങനെ പറയാം. കാരണം അതാണ് അതിന്റെ ടേസ്റ്റ് ഉണ്ടാക്കുള്ളൂ. അപ്പോൾ 1 കിലോ ബീഫ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ. ഞാൻ മെയിനായിട്ട് ചുവന്നുള്ളി എടുത്താണ്. ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില, പച്ചമുളക്, തക്കാളി, പിന്നെ കുറച്ച് നീളത്തിൽ അരിഞ്ഞ ഇഞ്ചി കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇതെല്ലാം ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. അപ്പൊ നോക്കിയോ, ഞാൻ എല്ലാം ഇടണില്ല. ഈ നീളത്തിൽ വെച്ചാണ് ഇഞ്ചി, അതേപോലെ തന്നെ ഈ പച്ചമുളക്, തക്കാളി ഇപ്പം ഇടണില്ല കേട്ടോ. പിന്നെ വെളുത്തുള്ളി കുറച്ചിടുന്നുണ്ട്, പിന്നെ വേപ്പില, ചുവന്നുള്ളി കുറച്ചധികം ഇടുന്നുണ്ട് കേട്ടോ. ബാക്കി ചിലപ്പോൾ കുറച്ചും കൂടി എടുക്കേണ്ടി വരും, നോക്കിയിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇടാൻ പോണത് കുറച്ച് സ്പൈസസ് ആണ്. അതിനു വേണ്ടി നമ്മൾ കുറച്ച് പെരുംജീരകം, സ്പൂണില്ലല്ലേ, കുറച്ച് പെരുംജീരകം ഇട്ടുണ്ട്. അല്ല, കൈ നനല്ലേ, അതുകൊണ്ട് വെച്ചോ. ഓ, എങ്ങനെ. പിന്നെ നമ്മുടെ ഗ്രാമ്പു, ഒരു 3-4 ഗ്രാമ്പൂവിന്റെ പീസ്, അധികം ഉണ്ടാട്ടാ. ഒരു എത്രയും മതിയാ. പിന്നെ നമ്മുടെ കറുകപ്പട്ടയുടെ ഇല, ഇതൊരു 2 എണ്ണം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടോ കേട്ടോ. എല്ലാവരും ഇടില്ല, ഞാനിടും. ഇത് എന്റെ റെസിപ്പി ഇല്ല, അപ്പൊ എന്റെ റെസിപ്പി അല്ല ഞാൻ ഫോളോ ചെയ്യണ്ടേ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കറുകപ്പട്ട, ഇത് ഒരു 2 എണ്ണം ഒടിച്ചിട്ടാൽ മതി. അധികം ഒന്നും ഇടരുത് കേട്ടോ, കാരണം അധികം ഇട്ട് കഴിഞ്ഞാൽ സ്പൈസസിന്റെ ടേസ്റ്റ് കയറിയിരിക്കും. മതി, അത്രയും മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് മസാലകൾ, അതായത് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇല്ലാത്ത കറി നമ്മുടെ മലയാളികൾ ആരും യൂസ് ചെയ്യില്ല എന്ന് തോന്നുന്നു. ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി, പിന്നെ വേണ്ടത് നമ്മുടെ ഗരം മസാല. ഇത് മല്ലിപ്പൊടി അല്ലേ, കുറച്ച് മല്ലിപ്പൊടി വേണം കേട്ടോ. ഒരു മല്ലിപ്പൊടി. പിന്നെ വേണ്ടത് ഗരം മസാല. നമ്മള് കപ്പയും ഇടണല്ലേ, കപ്പയും പിന്നെ ഇതും, പിന്നെ ഗരം മസാല പൊടി, പിന്നെന്താ മുളക് പൊടിയല്ലേ. ഞാൻ ഇതിന് കാശ്മീരി ചില്ലി യൂസ് ചെയ്യണില്ല കേട്ടോ. കാരണം കാശ്മീരി ചില്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുളക് പൊടി അല്ല ചുവന്നിരിക്കും കറി. എനിക്ക് കപ്പ് ബിരിയാണി അങ്ങനെ ചുവന്നിരിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ നോർമൽ എരിവുള്ള മുളക് പൊടി ഒരു ഇച്ചിരി ഇടണുള്ളൂ. ബാക്കി ഞാൻ പച്ചമുളകും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് അത്രയും മതി. കാരണം ഞങ്ങൾ എരിവ് അധികം യൂസ് ചെയ്യണമല്ല. അപ്പോൾ നന്നായിട്ട് എരിവ് വേണ്ടവർ നന്നായിട്ട് അവരുടെ അനുസരിച്ച് ഇടാം. പിന്നെ വേണ്ടത് നമ്മുടെ ഉപ്പ്, മെയിൻ ഇൻഗ്രീഡിയന്റ് ഉപ്പ് എല്ലാവരും അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാം കേട്ടോ. കാരണം ഉപ്പ് കൂടി കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളില്ല. അപ്പൊ എപ്പോഴും കുറച്ചിടാൻ നോക്കാം. എന്നിട്ട് പിന്നെ വേണമെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അയ്യോ, പച്ച വെളിച്ചെണ്ണ ചൂടില്ലല്ലോ. ഏത്? അപ്പൊ നമ്മൾ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, ഒഴിച്ചിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ.
അരികത്തായ അപ്പൊ നമ്മള് മസാല നന്നായിട്ട് പുരട്ടി ഇനി ഇത് നമ്മള് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 6-7 വിസിൽ വരെ കുക്കറിൽ വെച്ച് അടച്ച് വേവിക്കാൻ പോവാം കേട്ടോ. അത് ബീഫിന്റെ വേവ് അനുസരിച്ച് ഓരോ ബീഫിനും ഓരോ ഇതാണല്ലോ. നമ്മൾ ഇതേ സ്റ്റവ് ഓൺ ചെയ്യണം. ഒരു മീഡിയം തീയിൽ ഒരു 5-6 വിസിലിന് ഇരിക്കട്ടെ കേട്ടോ. നല്ല കപ്പ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് കപ്പ അങ്ങോട്ട് നന്നാക്കി എടുക്കാന്ന് വിചാരിച്ചു. കപ്പ ബിരിയാണിക്ക് കപ്പ മസ്റ്റ് അല്ല ഉണ്ടെങ്കിലേ അങ്ങനെ. അപ്പൊ കപ്പ എടുക്കാൻ പോവാണ്. നമ്മുടെ വലിയ കത്തി. ഓക്കെ, അയ്യോ അത് കിട്ടിയ വേണോ? വേണ്ടല്ലേ, അത് മരപ്പീസാണ്. വേണ്ട. കപ്പയുണ്ടോ? നല്ല കപ്പ വാങ്ങാനിട്ട് നമ്മൾ ചിപ്സ് ഒക്കെ ഉണ്ടാക്കിയ ഇഷ്ടമാണ്. എണ്ണപ്പലഹാരം നിനക്കല്ല കൊളസ്ട്രോൾ എന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഗൈസ്? ബീഫും ഇങ്ങനെ കപ്പ നമ്മളിങ്ങനെ ചെറിയ പീസായിട്ട് കൊത്തി ഇടാം കേട്ടോ. കപ്പ ഇപ്പൊ നമ്മൾ നുറുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം കേട്ടോ. ഞാൻ കുക്കറിൽ വെക്കണല്ല, നോർമൽ ഒരു കലത്തിൽ വെക്കണുള്ളൂ കേട്ടോ. കപ്പ വേവിക്കുമ്പോൾ നമുക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഇച്ചിരി ഉപ്പും ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി കൂടി ഇട്ടിട്ട് നമുക്ക് കൊണ്ട് വെച്ചു കൊടുത്താൽ മതി. വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് നീ എടുക്കാറന്നില്ല? പിന്നെ നീ എങ്ങനെ വെക്കാറ്? ചെറില് കൊള്ളോ? 1 കിലോ ബീഫും കപ്പ എല്ലാം കൂടി കൊള്ളും? എന്നാ ചേർത്തെടുത്താ പോരെ. അപ്പൊ നമ്മള് കുക്കറിൽ കപ്പ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വെക്കാം കേട്ടോ. ഒരുപാട് വെന്ത് ഉടയരുത് കേട്ടോ. ഒരു മീഡിയം വേവിൽ എടുത്തിട്ട് പിന്നെ ബാക്കി ഇറച്ചിയുടെ കൂടി ഇട്ടിട്ട് വേവിക്കണം കേട്ടോ. എന്താ ഡൗട്ട്? ഒരുപാട് വേവിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ല് പോലെ എടുക്കരുതെന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഒരുവിധം മീഡിയം വേവ് ആയി കഴിയുമ്പോൾ ബാക്കി നമ്മൾ എടുത്തിട്ട് ഇറച്ചിയിൽ മിക്സ് ചെയ്തിട്ട് പിന്നെ നന്നായി മിക്സ് ചെയ്ത് അങ്ങനെ ഇരുന്ന് വെന്തോളും. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പുഴുക്ക് പോലെ ആക്കണമെന്നുണ്ടെങ്കിൽ അത് അവരവരുടെ ഇഷ്ടമാണ്. അത് ചില ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ഇത് ചെയ്യാം. അപ്പൊ നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വേവായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ എടുക്കുക, അല്ലെങ്കിൽ പിന്നെ ഉടഞ്ഞ് ഇതായി പോകും. ഓക്കെ, അപ്പൊ ഞാൻ ഇതെടുത്ത് കളയാം കേട്ടോ. അല്ലെങ്കിൽ അതിലിരുന്ന് പിന്നെ വീണ്ടും വേവാന്നു. പാട്ട് പാടാൻ എന്റെ പെണ്ണുങ്ങളെ സമ്മതിക്കില്ല. ഞാൻ ആരോടും പറഞ്ഞില്ല പാടണ്ട. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് മുക്ക് എന്തൊന്നും നോക്കട്ടാ. എയറൊക്കെ പോയിട്ടുണ്ട്. ഭയങ്കര ചൂടാണ് ഗൈസ്. ബീഫൊക്കെ വെന്തു.
ഉപ്പ് കുറവാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി കാച്ചാനുള്ള പരിപാടികൾ നോക്കാം കേട്ടോ. ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ നമ്മുടെ ഇനിയിപ്പോ കാച്ചണ പരിപാടിയിലേക്ക് കിടക്കാനുണ്ട്. അപ്പൊ അത്യാവശ്യം ഇപ്പൊ ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോ നമുക്ക് ഞാൻ ഇപ്പൊ കാച്ചാനുള്ള പരിപാടിയിലേക്ക് കിടക്കണം. അപ്പൊ നമ്മൾ ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മള് ഞാൻ സവോള എടുക്കണില്ല കേട്ടോ. കാരണം സവോള ഇട്ട് കഴിഞ്ഞാൽ ഒരു മദർ രസം വരും. അതുകൊണ്ട് ചെറുള്ളി തന്നെയാണ് ഞാൻ യൂസ് ചെയ്യണേ. ഞാൻ കൂടുതലും ചെറുള്ളിയിലാണ് എനിക്ക് താല്പര്യമുള്ള വെക്കാൻ. നീ എന്ന് വെച്ചിരിക്കുന്ന സത്യമായിട്ടും ഞാൻ ഇവള് എളുപ്പപ്പണിക്ക് ചെറുള്ളി സവോള യൂസ് ചെയ്യുള്ളൂ. അല്ല, ഞാൻ ഇടയ്ക്ക് ചെറുള്ളി എടുക്കാറുണ്ട്. പക്ഷെ സവോള എടുക്കും, കാരണം നമുക്ക് ലാഭിക്കണ്ടേ. ചെറുള്ളിക്ക് ഇവിടെ വലിയ പൈസ ഒന്നുമില്ല, 10 റംസം 5 റംസം ഉള്ളൂ. അപ്പൊ ചെറുള്ളി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗുണം എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇത് നമ്മുടെ നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കണ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക. ഞാൻ വേറെ കുറെ ഗരം മസാല ഒന്നും യൂസ് ചെയ്യണില്ല, അല്ല സ്പൈസസ് ഒന്നും യൂസ് ചെയ്യണില്ല. കാരണം ഓൾറെഡി നേരത്തെ നമ്മൾ ബീഫിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇതായി വരുമ്പോ ഒന്ന് മൂത്ത് വരുമ്പോ നമ്മള് ചുവന്നുള്ളി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. വേപ്പിലിടാം ലാസ്റ്റ് ഒന്ന് ഇതായിട്ട്. എൻ്റെ ഭാര്യ പറഞ്ഞു വേപ്പിലിട്ടില്ലാന്ന്. അപ്പൊ വേപ്പിലും എടുക്കട്ടെ. വേപ്പില ലാസ്റ്റ് ഇടാം വേണമെങ്കിൽ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടാം. ഉപ്പ് നമ്മള് നോക്കിയിട്ട് ഇടാം കേട്ടോ. ഞങ്ങളുടെ ബീഫിലും കപ്പയിലും ഞാൻ ഉപ്പ് കുറവിട്ടുണ്ടായുള്ളൂ. അപ്പൊ ഇപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം. എപ്പോഴും ഉള്ളിയൊക്കെ വാറ്റുമ്പോ വാറ്റല്ല കേട്ടോ, വാറ്റാന്ന് പറഞ്ഞ അർത്ഥം മാറിപ്പോവും. വാട്ടുമ്പോ അധികം തീയില്ലാതെ നോക്കാം. കാരണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പൊ ഒരു മീഡിയം അല്ലെങ്കിൽ മീഡിയത്തേക്കാൾ കുറച്ച് താഴെയായിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇപ്പൊ നമ്മുടെ ഇത് ഏകദേശം വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി വിട്ടിട്ട് ഒരു കളിയില്ല ഗൈസ്. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് നമ്മുടെ ഗരം മസാല ഇവിടെ മല്ലിപ്പൊടി ഞാൻ ഇടണല്ലോ കേട്ടോ, ഓൾറെഡി നേരത്തെ ഇട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി മല്ലിപ്പൊടി അല്ല ചുവന്ന മുളക് പൊടി. എരി കുറച്ച് കുറവുള്ള പോലെ തോന്നി. ഇതിന്റെ ഈ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, ഇനി ഒരു തക്കാളിയാണ് എടുത്തേക്കണേ. അതിന്റെ പുളിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് 1 1/2 അരയോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം.
പാടില്ല. ആര്? നമ്മളും. ഇത് ചിലവരുടെ ഇതല്ല, ഇത് നമ്മുടെ റെസിപ്പിയാണ്. നമ്മുടെ റെസിപ്പി മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം. പക്ഷെ ഞാനിടും തക്കാളി. ഒരുപാട് ആകരുത് കേട്ടോ, ഒരുപാട് പുളിരസം വരും. ഒരു ലൈറ്റ് ഒരു ഇതിനു വേണ്ടി. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കുക. തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടാവുന്ന തരത്തില് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അതെ, നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. തീ കുറച്ചിടാം, അങ്ങനെ കരിഞ്ഞു അടി പിടിക്കും. തക്കാളി മസാല നന്നായി മുരിഞ്ഞുണ്ട് കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയപ്പോൾ ഇതിൽ നമ്മൾ വേവിച്ച് വെച്ചണം ബീഫും കപ്പയും കൂടി ഇട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ബീഫിൽ ഞങ്ങൾ കുറച്ചെടുത്ത് മാറ്റി വെച്ചു നാളെ കറി വയ്ക്കാൻ വേണ്ടി. നാളെയല്ല, പിന്നത്തേക്ക് എപ്പോഴെങ്കിലും വെക്കാന്ന് വെച്ചിട്ട്. കാരണം അല്ലെങ്കിൽ ഒരുപാട് ബാക്കി വരും. ഞങ്ങൾ 2-3 പേരല്ലേ ഉള്ളൂ. ജോക്കുട്ടന് അങ്ങനെ ബീഫ് അത്ര ഇഷ്ടമല്ല. പിന്നെ കുഞ്ഞും അങ്ങനെ അധികം കഴിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ 2 പേർക്ക് ഇത് ധാരാളം. അങ്ങനെ ഇതിലേക്ക് നേരത്തെ വെച്ചിടണ നമ്മൾ വേവിച്ച് വെച്ചിടണം കപ്പയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാം. അയ്യോ, നമ്മുടെ കപ്പ ബിരിയാണി ഇത് ഏകദേശമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കപ്പയും ഇതിലൊരു ഇച്ചിരി വെള്ളത്തിൻ്റെ ഉണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അപ്പൊ കപ്പയമയ്ക്ക് ആ ബീഫിന്റെ സ്റ്റോക്കൊക്കെ കൊണ്ട് ആ കപ്പയമയ്ക്ക് ശരിക്കും അതിന്റെ ആ ടേസ്റ്റ് ഒക്കെ പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അല്ല, എനിക്ക് അങ്ങനെ ഒരുപാട് വെന്ത് തന്നെ കപ്പ തന്നെ ഇഷ്ടമല്ല. ഇത് നോക്കിയാ ഇപ്പൊ നല്ല അത് ഗതികേട് കൊണ്ട് ഇനി ഇങ്ങനെ പതുക്കെ പതുക്കെ അങ്ങോട്ട് ഇടിച്ചു കൊടുക്കുക. കണ്ട, അപ്പൊ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അത് മാറും. ഓക്കെ, ഇങ്ങനെയാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കുക. അല്ലാതെ കുറുക്ക് പോലെ കപ്പ ഉണ്ടാക്കിയതിനു ശേഷം ഇതെന്റെ സ്റ്റൈലാണ്. എന്റെ സ്റ്റൈൽ ഇങ്ങനെയാണ്, നീ നിന്റെ സ്റ്റൈലിലല്ലേ ഇരിക്കണേ. ഓക്കെ, അപ്പൊ നമ്മുടെ കപ്പ ബിരിയാണി ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വെക്കണ പോലെയല്ല ചേട്ടൻ വെക്കണ. ചേട്ടന്റെ ടേസ്റ്റ് വേറെ, എന്റെ ടേസ്റ്റ് വേറെ. അങ്ങനെ നമ്മളിപ്പോഴും കുറച്ച് സബോള ഇതേപോലെ അരിഞ്ഞ് കട്ട് ചെയ്തിട്ട് കുരുകുരാന്ന് അരിഞ്ഞിട്ട് നമ്മൾ അതിന്റെ മേലെ ഇട്ടിട്ട് കഴിക്കാം. അപ്പോഴാണ് അതിന് ഒരു ടേസ്റ്റ് പ്രത്യേകത തന്നെയാണല്ലേ. ഒട്ടുമിക്ക പേർക്ക് അത് തന്നെയായിരിക്കും ഇഷ്ടം എന്നും തോന്നുന്നു. ഞാൻ പറയട്ടെ, ഞാൻ കപ്പ ബിരിയാണി ആദ്യമായിട്ട് എപ്പോഴാണ് കഴിക്കണെന്ന് നമ്മുടെ കല്യാണം കഴിഞ്ഞ് നമ്മള് പേപ്പറിന്റെ കൂടെ പോയില്ലേ, പാലയിൽ പോയി മറ്റേ ഭരണങ്ങാനം പോയിട്ട് അല്ലേ. അവിടുന്നാണ് ഞാൻ ആദ്യമായിട്ട് കപ്പ ബിരിയാണി കഴിക്കുന്നത്. ഞങ്ങളൊക്കെ പണ്ട് കപ്പ ബിരിയാണി അല്ല, നമ്മള് നാട്ടില് കൊള്ളിയും പൊട്ടി ആണ് ഉണ്ടാവുക. ഒട്ടുമിക്ക തട്ടുകടകളിലും കൊള്ളിയും പൊട്ടിയാണ്. കപ്പ ബിരിയാണി എനിക്ക് തോന്നുന്നു സാധാരണ ഈ കോട്ടയം ആ ഭാഗത്തൊക്കെയാണ് കപ്പ ബിരിയാണി മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പാല ആ ഭാഗത്തൊക്കെ. നമ്മുടെ അവിടെ കൊള്ളിയും പൊട്ടിയും അല്ലെങ്കിൽ മുട്ടയും കൊള്ളിയും അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ട് നമുക്കിനി കഴിച്ചിട്ട് ബാക്കി പറയാം കേട്ടാ. ഇപ്പൊ നല്ല കപ്പ ബിരിയാണി ഇതാ റെഡി ആയിട്ടിരിക്കുന്നത്. ജോകുട്ട ഇപ്പൊ കഴിക്കണില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനും ലിഡി കഴിക്കാൻ പോവാണ്. ഓക്കെ,
ഡണ്ടണാക്കട്ട നമുക്ക് ഇനി ഇടണോ? സവാള ഇങ്ങനെ എടുത്തിട്ട് വെതറിയിട്ട് ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. കഴിക്കല്ലേ?